അപ്പോൾ ഇതാണ് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കൊണ്ടിടുന്ന മാലദ്വീപ്സിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ നമുക്ക് ഒരുപാട് മത്സ്യത്തൊഴിലാളികളെയും അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒരു 5 മണി ടൈമിലാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഒരുപാട് ഫിഷിംഗ് നടത്തുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഫിഷിംഗ് കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ ഉണ്ട്. എന്തായാലും നല്ല ഭാഗ്യമുള്ളവരാണ്. മീനുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. ഞാനൊക്കെ മീൻ പിടിക്കാൻ പോയാൽ ഒരു മീൻ പോലും കിട്ടത്തില്ല. വെള്ളത്തിലോട്ട് നോക്കിയപ്പോഴാണ് വേറൊരു കാര്യം കാണുന്നത്. ഇവിടെ മൊത്തം തെരണ്ടികളാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും തെരണ്ടികളെ കാണുന്നത്, അതും പല സൈസിന്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കണം വെട്ടിയിട്ടാണ്. ഇതിനൊന്നും ഇവിടെ ആർക്കും വേണ്ട എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതോ ഞാൻ ഉദ്ദേശിക്കുന്ന തെരണ്ടി അല്ലേ ഇത്, എഡിബിളൊന്നും അല്ലേ. ഇത്രയും താഴെ കിടന്ന മീനുകളെ കാണാതെ ഒരു കൊച്ച് അങ്ങോട്ട് കൈ കൊണ്ടുന്നുണ്ട്. എന്തിനാണോ എന്തോ, അതോ ഇവർക്കൊന്നും ഇതൊരു പുത്തരി അല്ലേ. പക്ഷേ ഈ തെളിഞ്ഞ വെള്ളത്തിൽ ഇതുങ്ങളിങ്ങനെ വരുന്ന കാണാനേ നല്ല രസമാണ് കേട്ടോ. സ്പോട്ടിൽ തന്നെ പിടിച്ച് കറി വെക്കാൻ തോന്നും. ഈ തിരക്കിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്നപ്പോഴാണ് ഞാൻ വേറൊരാളെ കണ്ടത്. ആളൊരു ഓസ്കാർ ആക്ടറാണ്, പക്ഷേ ആളെ ആർക്കും വേണ്ട. എന്നെങ്കിലും ഒരു ദിവസം നിന്നെ ഈ ലോകം അംഗീകരിക്കും. പക്ഷേ അന്ന് നീ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടാകും. അവിടെ സ്റ്റോപ്പ്. ഇത്രയും വലിയ ഷിപ്പും ഈ കടലും കണ്ടിട്ട് അവരുടെ നാഷണൽ ആന്തം ഇട്ടില്ലെങ്കിൽ അവരെൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല. ഓക്കെ എന്നാ.